everybody. Welcome to English Literature class for Standard 7, Lesson 3, Maggie Cuts Her Hair. Previously, we have to finish the first part, and this is the second part. I think about the last class is on 28th of July. Then, so we have PTO examination. So now today, our examination is finished. So we have to start the remaining lesson, and the next examination is a half yearly on October 1st week. So we have 4 lessons. This is the third lesson, and the last part 2, Maggie Cuts Her Hair. I think about the last class we are finished up to here. Maggie never managed, made fast. Gang little some with her foot, her cheeks, her white flesh. This is the last part. Then shall we start from here? അപ്പോൾ കത്രി എടുത്ത് ടോമിന് കൈ കൊടുത്തു. മാറ്റി പറഞ്ഞു മുടി വെട്ടടാന്ന് പറഞ്ഞു. മുടി വെട്ടാൻ ഭയങ്കര പരിഭ്രമം. അപ്പോൾ വേഗം വിട്ടത്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ടോമിനെ മാറ്റി നിർബന്ധിക്കുന്ന ഭാഗമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്. ഇതാ black locks were so thick and nothing could be more tempting to a lard who had already missed the forbidden pleasure of cutting the pony's neck. ഇവിടെ ലോക്ക് എന്ന് പറയുന്നത് മുടി എന്നുള്ളതാണ്. മുടി കട്ട് ചെയ്യുന്നത്, അതായത് പോണി എന്ന് പറഞ്ഞാൽ കുതിര. കുതിരയെ സവാരി ചെയ്യുന്നത് അതിന്റെ കുഞ്ചിരോമങ്ങൾ വെട്ടുക. ഈ കുഞ്ചിരോമങ്ങൾ ഈ കണ്ണിന്റെ ഉരുവട്ടല്ല, എന്നാൽ ഈ കുതിരയ്ക്ക് കണ്ണ് കാണാനല്ല. മാത്രമല്ല, ഇത് വളർന്നു വരുന്നത് ഈ പൊടിയിൽ നിന്ന് കുതിരയുടെ കണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി. കുതിര ശ്രദ്ധിച്ചാൽ ഇങ്ങനെ അതിനാണ് ഈ പോണീസ് എന്ന് പറയുന്നത്. ഇതിടയ്ക്കിടയ്ക്ക് നല്ലതായിട്ട് ചീഞ്ഞ് ഒതുക്കുക അല്ലെങ്കിൽ വെട്ടിയൊക്കെ വരും. എന്റെ നീളം കുറയും, കാരണം കണ്ണിനോട് ഓടുമ്പോൾ കണ്ണ് കാണാൻ കഴിയും. അപ്പോൾ പോണി അങ്ങനത്തെ കുതിരയുടെ കുഞ്ചിരോമം വെട്ടി വരുന്നത് പോലെ അത്ര സാവധാനത്തോടുകൂടെ ഈ മാഗി തന്റെ മുടി വെട്ടാനായിട്ടാണ് ടോമിനോട് ആവശ്യപ്പെടുന്നത്. പക്ഷെ ടോമിൻ ഇതൊന്നും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. You will catch it, you know, said Tom, nothing is better. And hesitating a little asked him to cease. Understand? You will catch it, you know, Tom said. This Tom ആരോട് പറഞ്ഞതാണ്. ടോം പറയാണ്, മാഗി നീ പറയുന്നത് പോലെ എനിക്ക് കുതിരയുടെ കുഞ്ചിരോമം വെട്ടുന്നത് പോലെ വെട്ടാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മുടി മുറിക്കുന്നില്ല. ഹെസിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വിസമ്മതിക്കുക. മാഗിയുടെ മുടി മുറിക്കാനായിട്ട് ടോം വിസമ്മതിക്കുക. അത് ടോമിനറിയാം മുറിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ മാഗി നിർബന്ധിക്കില്ല. The locks fell heavy on the floor and Maggie stood cool and they jumped the unnamed man, but with a sense of clearness and freedom if she had ever put a boot in the open day. കണ്ടോ, ഇവിടെ മാഗി നിർബന്ധിച്ചനുസരിച്ച് ടോം ഈ സിസർ ഉപയോഗിച്ച് കത്രി ഉപയോഗിച്ച് മാഗിനെ മുറിക്കും. അപ്പൊ ഇത് ലോക്സിന്റെ മുടികൃഷ്ണൻ ഈ മുറിച്ചപ്പം ധാരാളമായിട്ട് മുടി താഴോട്ട് ഫ്ലോറോട്ട് വരും. മുടിച്ച മുടികളെല്ലാം താഴോട്ട് വരും. ഇത്രയും മുടി വീടുകൊന്നും മാഗി പ്രതീക്ഷിച്ചില്ല. കാരണം ഒറ്റയടിക്ക് കത്തി വെച്ച് ടോം മാഗിയുടെ നെറ്റിത്തടത്തുള്ള മുടി മുഴുവൻ മുടിച്ചു. പെട്ടെന്ന് പടപടപടാന്ന് മുടി താഴേക്ക് വരും. ഈ വീട് സ്റ്റൂട്ട് ക്രോപ്പ് കണ്ടോ, അവനവിടെ നിന്നോണ്ടാണ് മുടി മുറിക്കുന്നത്. മൂർച്ചയുള്ള കത്തികൾ വേഗത്തിൽ മൂർച്ച കത്തി പടപടാവുന്ന മുടി പടപടപടാവുന്ന താഴോട്ട്. അപ്പത്തേക്കാണ് ടോം പറയുന്ന വാക്കാണ്, ഓ മാഗി said Tom, jumping down here, slapping his knees with the laugh. Oh my buttons, what a cute thing you look. മുടി പെട്ടെന്ന് മുറിച്ചു കഴിഞ്ഞപ്പോൾ മാഗിയുടെ ഭാവങ്ങളിലെല്ലാം മാറ്റം. മാഗി കണ്ടോട് ടോം ചോദിക്കുന്ന ചോദ്യമായിരുന്നു, ഓ മാഗി, ഓ മൈ ബട്ടൺസ്, വാട്ട് ഐ ഡു. ബട്ടൺസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബട്ടൺസ് അല്ല, നിങ്ങളാരും കേൾക്കരുത്, ഈ ഷർട്ടിന്റെ ബട്ടൺസ് അല്ല. ഈ ബട്ടൺസിന്റെ അർത്ഥം ഒരു ഇംഗ്ലീഷ് വാക്കാണ്. കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ എന്നൊക്കെയാണ്. എന്റെ ഒരു പ്രയാസം നോക്കിയേ, നിന്റെ മുടി മുറിച്ച് നിന്റെ കണ്ണിന്റെ മുകളിലെല്ലാം മുടി വീഴുന്നത് നീ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട്. പക്ഷെ ഞാൻ ഈ മുടി മനോഹരമായിട്ട് മുറിച്ചു. ഇപ്പൊ നിന്നെ കണ്ടാൽ കേട്ടോ, നിന്നെ കണ്ടാൽ എന്തോ ഒരു ചന്തം, ക്യൂർ എന്ന് പറഞ്ഞാൽ ചന്തം. നിന്നെ കണ്ടാൽ എന്തോ ഒരു ചന്തമായി. നീ ഒന്ന് നോക്കിക്കേ, അഡ്വർടൈസ് ഞാൻ കഴിക്കുന്ന പരീക്ഷ ഓ മൈ ബട്ടൺസ് മാഗി വാട്ട് എ ക്യൂർ തിങ് നോക്കിയില്ലേ. പരീക്ഷയിൽ അഡ്വർടൈസ്മെന്റോ നിങ്ങൾക്ക് എഴുതാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് മാർക്ക് ചെയ്യുക. അതുപോലെ
ഇവിടെ എന്താണ് ഇതിന്റെ അർത്ഥം? ഇതാണ് എന്റെ ബുദ്ധിമുട്ട്, നീ കണ്ണാടി നോക്കിക്കേ ചോദിച്ചാണ്. ഇതാണ് ഞങ്ങളുടെ ഇഷ്ടം. ഇത് അപ്പൊ പുസ്തകത്തിൽ എഴുതുക, അല്ലാതെ പരീക്ഷയ്ക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. 3 മാർക്കാണ് ഈ അനോട്ടേഷൻ. 3 മാർക്ക് ഇപ്രാവശ്യം പരീക്ഷയ്ക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് പലപ്പോൾ എഴുതാൻ പറ്റാത്ത കാരണങ്ങളില്ല. നിങ്ങൾ പഠിക്കുന്നില്ല, അവർ പഠിക്കുന്നത് ശ്രദ്ധിക്കുക. അനോട്ടേഷൻ വരച്ചിടുക. അനോട്ടേഷൻ കഴിയില്ല ഇതുപോലെ അണ്ടർലൈൻ വരച്ചിടുക. അപ്പം കണ്ടോ, വരച്ചിട്ട് പുസ്തകത്തിൽ വരച്ചിടുക. എന്നിട്ട് അർത്ഥം എഴുതുക. അർത്ഥം മനസ്സിലാക്കുക. എന്റെ ബുദ്ധിമുട്ട് നീ കണ്ടോ, നീ കണ്ണാടി നോക്കിക്കേ, നിന്നെ കണ്ടാൽ ശബ്ദമാണ്. ഇത് ടോം മാഗിയോട് പറയുന്നതാണ്. മാഗി felt an unexpected thought. മാഗി felt an unexpected thought. മുറിച്ചു കഴിഞ്ഞിട്ട് മാഗി പെട്ടെന്ന് കണ്ണാടി നോക്കുമ്പോഴത്തേക്കാണ് മാഗിക്ക് വലിയൊരു പ്രശ്നം, പാങ്ങുന്ന ബുദ്ധിമുട്ട്, വിചാരിക്കാത്ത വലിയ വേദന, ബുദ്ധിമുട്ട്. കാരണം മാഗി പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല ടോം മുടി മുറിച്ചിരുന്നത്. ഇതാണ് മാഗിയുടെ മുടിയുടെ മുടി മുറിച്ചു കഴിഞ്ഞപ്പോ മാഗി കഴിയുന്നത് തന്നെ പഴുന്നത്. കാരണം മുടി മുഴുവൻ കംപ്ലീറ്റ് നേരെ പടക്കം വെട്ടി. അവൾ ഇതുപോലെ ക്രോപ്പ് ചെയ്യാൻ മാത്രമാണ് ഇവിടെ കണ്ണി വരുന്ന മുടി ക്രോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ കത്തി വെച്ച് നേരെ മുടിയെ കുറിച്ചു. അപ്പോൾ അവൾക്ക് വലിയ വിഷമായി. അൺഎക്സ്പെക്ടഡ് ഫാം. She didn't want her to do pretty. That was out of the question. They only wanted people to think they are clever and define. But now when Tom began to laugh at her, she looked like an idiot. Laughter had a voice in her face. She looked in the glass and still laughed and laughed at his hands. Looked like an idiot. അവളെ കണ്ടാൽ വിട്ടിയെ പോലെ. കാരണം മുടിയൊക്കെ കണവണ മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ നമ്മളെ കാണുന്നില്ല. വെറൊരു കമ്പനി മുഖ്യമായിട്ടാണ്. ഇതുവരെ ആരെക്കുറിച്ചൊരു പേര് കേൾക്കാതെ കടന്ന പെൺകുട്ടിയാണ്. അവൾക്ക് തന്റെ സ്വന്തം സ്ഥാനം മുതൽ മറ്റുള്ളവർ മുമ്പിലുള്ള നില നഷ്ടപ്പെട്ടതായിരുന്നു. അവൾക്ക് ആകെ സങ്കടം. കണ്ണാടി നോക്കിയപ്പോൾ അവൾ ചടവറായി വിളിച്ചിട്ട് കളഞ്ഞു. അതുകൊണ്ട് അവൾ ചോദിച്ചു, ഓ മാഗി, ഇന്ന് മാത്രമല്ല ടോം അവളെ നോക്കി ചിരിക്കുകയും ചെയ്തു, കളിയാക്കി. അപ്പത്തേക്കിന് അതുകൂടെ ആയപ്പോഴത്തേന് അവൾക്ക് വലിയ ശ്രമം. അതാണ് മാഗി ഡോണ്ട് ലാഫ് അറ്റ് മീ, എന്നെ നീ കളിയാക്കണ്ട, ഡോണ്ട്. അപ്പൊ ഡിന്നറിന് വേണ്ടി താഴേക്ക് പോകാറുണ്ട്. അതായത് ടോമിനോട് മാഗി പറയാം, നീ എന്നെ നോക്കി കളിയാക്കണ്ട. ഇതിനെ ഭാഷയിൽ തോന്നിക്കാൻ ഔട്ട്ബേഴ്സ് ഫാമിലീസ് ഔട്ട്ബേഴ്സ് ആകുന്നതിന് അവർക്ക് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. കണ്ണിക്കൂടെ കണ്ണുനീര് പുറപ്പെടാതിരുന്നു. കാരണം അവർക്കറിയാം മുടിച്ച പൊടി ഇനി വീണ്ടും പിടിച്ചുകൂടെ പിടിക്കാൻ. അവരോട് മുറിക്കാൻ നിർബന്ധിച്ചതാ ശരിയാണ്. അവൻ ഇങ്ങനെ മുറിക്കുന്നത് ഉദ്ദേശിച്ചില്ല. അവൻ ചടപടാ. Now then Spitfire said to Spitfire, ദേഷ്യം കൊണ്ട് തറയ്ക്കാൻ മാറി. And irrevocable and didn't cut it off then. I shall go down. I can spend the dinner going on. ഞാൻ പോവാ, എനിക്ക് ഡിന്നറിന് മാത്രം പോകാൻ. He hurried downstairs. Maggie with a sense of irrevocable, which was almost an LED. It explains of a small soul. She could see clearly enough now the things was down. That was very foolish. That was she should have to hear and think more about her hair branch. അവൾ അപ്പോൾ തന്റെ മുടിയെ കുറിച്ച് ചിന്തിച്ചു. മുടി ഒരിക്കലും മുറിച്ചാൽ ഇനി വീണ്ടും കിടന്ന് മാസങ്ങളോട് ഇനി ഒന്നും ചെയ്യാനില്ല. എങ്ങനെ അത് ഇതിപ്പോ തിരിച്ച് ചെയ്യാൻ പറ്റാത്ത, തിരിച്ച് മുറിച്ചു മൂടി ഇനി വീണ്ടും വിടുകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് മാപ്പില്ല. ഡിന്നർ വിളിക്കുന്നുണ്ട്. താഴെ ചെന്നാലേ അപ്പനും അമ്മയും അങ്കിളും ആന്റിയും എല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവര് ശരിയാക്കും. Why don't you come with your dinner? There's a lot of goodies. Mother says you are to come. What are you crying for? You need to spoon. From ചോപ്പറിയാണ് നിനക്ക് വരാൻ കഴിഞ്ഞ് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവരാം. അവിടെ കുട്ടീസും ഒക്കെ ഉണ്ട്. നീ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിനക്ക് വരാൻ കഴിയും. കാരണം ജോലി മനസ്സിലായി, അവർക്ക് അറിയാൻ തുടങ്ങി. അവിടെ വിഷമം മനസ്സിലായി. ഓ ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ. Tom was so hard and unconcerned. If he had been crying on the floor, Maggie would have cried too. There was dinner, no nice. അപ്പോൾ മാഗി ടോമിനോട് പറയുക, സ്വയം പറയുക, ഓ ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ. മാഗി അനോട്ടേഷനാണ്. കാരണം വലിയൊരു ചതിയാണ് ടോം ചെയ്തത്. ഇത്രയേറെ കഠിനമായിട്ട് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൻ ഇതുപോലെ എന്നെ എന്റെ മുടി കുറിച്ച് എന്നെ വൃത്തിയാക്കി കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നാ ചെയ്യാൻ, ആരോട് പറയാതെ സ്വയം മാറി ദുഃഖിക്കുകയും
But Tom was not altogether hard. He went putting his head near her and said to the over comforting tone, "What did you come there, Maggie? Shall I bring you a little pudding bread?" He enrolled with the wedding and then putting a little bread. Yes, ma'am, said Maggie. Slowly she rose, amidst her scattered locks and slowly made her way downstairs. Then he stood leaning with the shoulder against the frame of the dining car, eating in bites. Jar. She slipped in and went towards the acacia, but she had no sooner sat down. She repented and wished herself back again. പക്ഷേ കഴിക്കാൻ പോകാതിരിക്കുന്നില്ല. അപ്പോൾ വളരെ വൈകി താമസിച്ചു. മാഗി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ടേബിളിൽ പോകും. പെട്ടെന്ന് ചെയർ നിന്ന് വലിച്ച് അതിൽ അതേ ആടി മാറാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പെട്ടെന്ന് തുളിവർ ആന്റിയ മിസ്സസ് തുളിവർ gave a little scream as she felt such a pain that she dropped the large belly spoon into the fish. The most serious result to able. പെട്ടെന്ന് തുളിവറിന്റെ കണ്ണിൽ ഇവിടെ തുളിവർ ഇങ്ങനെ തുറിച്ച് വക്രിച്ചു തോന്നി. ഈ നോക്കുമ്പോൾ ആ കഷ്ടപ്പെട്ട് ഇവരുടെ മാതാ അപ്പനും അമ്മയും ഓക്കെ എല്ലാവരും മുടി ഇവിടെ ഇവിടെ വരെ നിങ്ങളുണ്ടായിരുന്ന മുടി ഇങ്ങനെ വട്ടത്തിൽ വെട്ടിയിട്ടിരിക്കുന്നു. അവൾക്ക് വലിയ സങ്കടമായി. അവരിങ്ങനെ തുളിവർ ഇങ്ങനെ വക്രിച്ചു നോക്കി ദേഷ്യത്തോടുകൂടെ തുളിവയെ സ്ഥിതി തുളിവർ വക്രിച്ചു നോക്കാം. ഇത് നോക്കിയപ്പോഴത്തേക്കിന് എല്ലാവരും അവരെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. അപ്പോഴത്തേക്കിന് അങ്ങും തീർന്നു. അവിടെ പണികളെല്ലാം വെള്ളം വീഴാൻ പറ്റും. കവളെല്ലാം ചോട്ടാൻ എടുത്ത് പ്ലഗ് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, what I don't know is something just how picked up in the road. Yes, yeah. അപ്പോൾ ജനലൊന്നും കേട്ടു. അയ്യോ എന്നാ സില്ലികളെ എന്നെ കളിയുടെ കാര്യമുണ്ടോ നിസ്സാര കാര്യം നമ്മൾ അങ്കിൾ പറഞ്ഞ് ആശ്വസിച്ചു. വായിച്ചിപ്പോണ്ട് കാട്ടിയാൽ. അപ്പോൾ തുളിവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ടു മിസ് ഗ്രീൻ ലാഫിംഗ് മനുഷ്യൻ കണ്ടില്ലേ നമ്മളുടെ മാഗി മുടി മുറിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് എന്തിന്റെ സൂക്കേടാണ്? തുളിവർ മിസ്റ്റർ ഗ്രീനോട് ചോദിച്ചു. Why did you miss how many years like a funny? Said Uncle Pullet. Uncle Pullet is why did you how many years? And Uncle Pullet ഞങ്ങൾ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തുന്നത്? അവള് ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അവൾ കുട്ടിയല്ലേ, അവൾക്ക് നിങ്ങളെന്തിനാ എല്ലാവരും ചിരിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നത്, അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? അവളൊരു തമാശയ്ക്ക് ചെയ്തതല്ലേ? മേഡ് ദിവസം പണി തമാശയ്ക്കല്ല അവൾ ചെയ്തത്. അവളെ കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല. ഇതൊക്കെ കേട്ടപ്പോൾ ആകെ ഭയങ്കരമായിട്ടുള്ള കാര്യമാണ്. ഷീസ് എ നോട്ടി ചൈൽഡ്. ആ ചൈൽഡ് ബ്രേക്ക് യുവർ മദേഴ്സ് ഹാർട്ട്. മിസ്സസ് തുളർ വിത്ത് ടീയേഴ്സ് ഇൻ ഹർ ഐസ്. അപ്പോഴത്തേക്ക് മിസ്സസ് തുളർ ഇഷ്ടപ്പെട്ടില്ല. മാഗി seemed to be listening to a chorus of reproach and insult. Chorus of reproach. കാരണം എല്ലാവരും പറയുന്നത് കേട്ട് മാഗി മനസ്സിലായി തന്നെ ഒരു മോശം പെൺകുട്ടിയായി കാണുന്നു. ഇവരെല്ലാവരും തന്നെ കളിയാക്കാനായിട്ട് ശ്രമിക്കുന്നത്, എന്താ സംഭവിച്ചെന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ മാഗിക്ക് വലിയ വിസമ്മതമായി എല്ലാവരോടും he had people power defiance. Defiance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാതെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുന്നു. അപ്പോൾ അവള് ഇവരാരും പറയുന്നത് കേൾക്കാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്ക് മനസ്സിലാക്കുന്നത് വേണ്ടിയാണ്. സോ ഇതെല്ലാം അവൾ കണ്ടുപിടിക്കുന്നതാണ്. അവളുടെ അപ്പൻ, സ്വന്തം പപ്പ പറയാണ്, come on my way to come on my way. ഇത് അന്വേഷണം വെച്ചത് വന്ന് പെൺകുട്ടി, എന്റെ പെൺകുട്ടി എനിക്ക് വന്ന് എന്റെ അടുത്തേക്ക് വന്നേ പറഞ്ഞ അപ്പൻ അവിടെ വിളിച്ചോട്ട് വന്നു ആശ്വസിച്ചു. Never mind, you are saying the right cut of the cloud. You give your pride, Father, I take you heart. നല്ല മധുരമുള്ള ശബ്ദത്തിൽ പേടിക്കണം. കണ്ടോ, വെച്ചെന്ന് പെൺകുട്ടി ക്ലോഡ് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുന്നു. നീ പ്രയാസപ്പെടണ്ട, ഇതെല്ലാം മാറിക്കോളൂ, സാരമില്ല. അവർക്കറിയാം മുടി മുറിച്ച് 2-3 ആഴ്ച കഴിഞ്ഞ് മുടി വരും. പക്ഷെ മുടിച്ച മുടി തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല. പക്ഷെ അതോട്ടാണ് അവളുടെ കുട്ടി അവളുടെ അപ്പൻ ചെന്ന് ആശ്വസിപ്പിച്ചു. അപ്പൊ അവളുടെ അമ്മയുടെ ലെസിയോട് പറയാണ്, ക്ലബ് പറയുകയാണ്, നിന്റെ അപ്പൻ മനസ്സിലെ അവളെ കുഞ്ഞാലിക്കുന്നുണ്ട്, അവൾ തെറ്റ് ചെയ്തിട്ട് വഴക്ക് പറയുന്നതിന് പകരം ആര്യ പിന്നെ കുഞ്ഞാലിക്ക് ചുമ്മാ തന്നെ മകള് മോശമായി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മിസ്സസ് ആന്റി തുളിവറും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റൂയി നശിപ്പിക്കുക. കണ്ടോ, ഞങ്ങളാണ് കുഞ്ഞാലിക്കുള്ള നശിപ്പിക്കുന്നെന്ന് അവളുടെ
നാട്ടിലെ അമ്മയോട് ബെസി പറയുന്നത് നാട്ടിലെ അമ്മയോട് പറയുകയാണ്. This is Louis' domestic sorrow secret. At the moment you have reached the point at which the insensibility begins, she took to notice of the sisters with my robe, back their caftans and served putting with the silent resignation. Resignation means ഇവിടെ രാജ്യം മാത്രമല്ല മനസ്സിലായി. അപ്പോൾ അപ്പന്റെ ആശ്വാസത്തിൽ മാഗിക്ക് ഒരു സന്തോഷമായി. മാഗി മനസ്സില്ലാതെ പുഡിംഗ് വെറുതെ കഴിക്കാനുള്ളത് കാരണം അല്പം ആശ്വാസമായി. കാരണം അവിടെ അപ്പം കൂടെ ഉണ്ടെന്നുള്ളത് മാഗിക്ക് വലിയ ധൈര്യമായി. അന്ന് എല്ലാവരും എതിരായിട്ടും അപ്പൻ കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിച്ചു. അതോടുകൂടി അവൾ പക്ഷേ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു മനസ്സിലാ മനസ്സോട് അവിടെ ആ പുഡിംഗ് കഴിക്കാനായിട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്ക് എല്ലാം കൊടുത്ത് കഴിക്കും. ഡെസേർട്ട് എവിടെയും പാർട്ടിക്ക് പോകുമ്പോൾ ഡെസേർട്ട് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ പുഡിംഗ്, ഐസ്ക്രീം. ഐസ്ക്രീം ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഡെസേർട്ട് കേട്ടോ. ഡെസേർട്ട് പറഞ്ഞാൽ ഐസ്ക്രീം മാത്രമല്ല എല്ലാ തരം പുഡിങ്ങുകളും ഐസ്ക്രീമുകളും പിന്നെ ഫ്രൂട്ട് സലാഡും എല്ലാം വിവിധ രീതിയിൽ ഇണക്കിയിരിക്കുന്നതിന് പറയുന്ന പേരാണ് ഡെസേർട്ട്. വെറും ഒരു നിസ്സാര ഐസ്ക്രീം ഡെസേർട്ട് എന്ന് പറഞ്ഞ അർത്ഥം ഒരു സെക്ഷനാണ്. ഇതെല്ലാം പല പല ഐസ്ക്രീമുകളും പല പല സാധനങ്ങളും ക്രമീകരിക്കുന്നതിന് പറയുന്ന പേരാണ് ഡെസേർട്ട്. അത് വലിയ ഹോട്ടലുകളിലും വലിയ ഭക്ഷണത്തിലും ഡെസേർട്ട്. ഇപ്പൊ ഡെസേർട്ട് വാക്ക് അപ്പം വലിയ വീടുകളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇതുപോലത്തെ പല പല ഐസ്ക്രീമുണ്ട്. അപ്പൊ ഡെസേർട്ട് കഴിക്കാനായിട്ട് എല്ലാവരും കാരണം ഭക്ഷണം കഴിച്ചിട്ടാണ് ഡെസേർട്ട് കഴിക്കുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കിയതോടെ for the children were told they might have their nuts in the summer house. Sunday was to mind, and they glowed among the budding bushes of the garden. That is the garden. Okay, that's the end of the class. I think about you understand Magi's class and you read the one. You already write this meaning in the textbook. Also mark the allocation and note the meanings and read the text 5 times. Watch the video minimum 3 times. You can understand the class and follow. You get the notes next week. Okay, thank you.